ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെന്ന് ഇപ്പോൾ പറയാറുണ്ട് ആളുകൾ. പലരും പെട്രോൾ എഞ്ചിനിലുള്ള സ്കൂട്ടറുകളിൽ നിന്നും നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളിലേക്കാണ് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സ്കൂട്ടർ ഇപ്പം നിലവിൽ ഒരു പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടറുകൾ ഇപ്പം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1,00,000 മുകളിൽ പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടി വരും. എക്സ്ഷോറൂം പ്രൈസ് തന്നെ. അത് ഓൺ റോഡ് വരുമ്പോൾ 1.5 ലക്ഷം രൂപ അടുത്ത് അല്ലെങ്കിൽ 1.25 ലക്ഷത്തിന് മേലെ പ്രൈസ് വരും. അപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കിയാലും നമുക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഒരു സ്കൂട്ടർ അത് എല്ലാവരുടെയും ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അത് അത്യാവശ്യമാണ് നമുക്ക്. ഇപ്പോൾ നമുക്ക് ഒരു കാറുണ്ട് അല്ലെങ്കിൽ മറ്റ് വലിയ ബൈക്കുകളുണ്ട്. അപ്പോൾ നമുക്കൊരു സെക്കൻഡറി വെഹിക്കിളായിട്ട് ഒരു ചെറിയ സ്കൂട്ടർ അത്യാവശ്യമാണ്. അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പോകാനും നമ്മളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡെയിലി ലൈഫിലുള്ള കമ്മ്യൂട്ട് നടത്താനും അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോളേജിൽ പോയി വരാനും നമുക്ക് ഓഫീസ് ടു ഹോം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ അവർക്ക് ആവശ്യമാണ്. അപ്പം അതിനൊരു ഉത്തരമായിട്ടാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ അവരുടെ ഏറ്റവും പുതിയ ഓല S1X 4 kWh ബാറ്ററി പാക്കുള്ള സ്കൂട്ടർ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ പ്രൈസ് റേഞ്ച് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും കൂടുതൽ ബാറ്ററി ബാക്കപ്പും കൊടുത്തിട്ടാണ് ഈ ഒരു സ്കൂട്ടർ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഓല S1X 4 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു സ്കൂട്ടറിൻ്റെ റിവ്യൂ ആണ്. ഇതൊരു എക്സാക്റ്റ് ഒരു റിവ്യൂ ആയിട്ട് കാണണ്ട, ഇതിൻ്റെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഒരു പുതുതായിട്ട് നമ്മളിപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങിക്കുമ്പം ഹെവി വെയിറ്റ് ആയിരിക്കും പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ പേരൻസൊക്കെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്കൂട്ടറുകളായിരിക്കും അവർക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നത്. ഈ ഒരു സ്കൂട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 112 കിലോ മാത്രമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒട്ടും നമ്മളൊരു വലിയ വണ്ടി ഓടിക്കുകയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അല്ലെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഹാൻഡ്ലിങ് വളരെ ഈസിയാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഒന്ന് തള്ളിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രായമുള്ളവർക്കൊക്കെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത്. ഇതിന് റിവേഴ്സ് മോഡുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഇതിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഇതിൻ്റെ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്പീഡിൽ നമുക്ക് പുറകോട്ട് വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഏജുള്ള ആൾക്കാരെ സംബന്ധിച്ചും. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ വൈഫായാലും ലേഡീസിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് റിവേഴ്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് വണ്ടി എടുക്കാൻ പറ്റും. മറ്റൊരു വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് വലിയൊരു ലാർജറായിട്ടുള്ള ബൂട്ട് സ്പേസ് വരുന്നുണ്ടെന്നുള്ളത്. അതായത് 34 ലിറ്ററാണ് അത്രയും കപ്പാസിറ്റി ഇതിനകത്ത് കൊള്ളും എന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണെങ്കിലും അത് നമുക്ക് വേറൊരു സഞ്ചിയിൽ നമുക്ക് ഇട്ടോട്ട് വരേണ്ട കാര്യമില്ല. ഇതിനകത്തോട്ട് നിറച്ചങ്ങ് കിൻഡൽ കണക്ക് നമുക്ക് വാരിയിട്ടിട്ട് പോരാൻ പറ്റും. അപ്പം വലിയ ബൂട്ട് സ്പേസാണ്. ഒരു മീഡിയം സൈസുള്ള ഹെൽമെറ്റ് ഈസി ആയിട്ട് 2 ഹെൽമെറ്റും വയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും സ്പേസ് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും സാധനങ്ങൾ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ബോർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ വാലറ്റ് അല്ലെങ്കിൽ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാനായിട്ട് ഇവിടെ 2 സ്പേസ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അതിനകത്തും വെക്കാം. അങ്ങനെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പ്ലസ് നമുക്കിവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്യാരി ബാഗ്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് ഇടാനായിട്ട് അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹോൾഡറും കാണാം. പിന്നെ പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ഇതൊരു സ്ക്രീൻ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ ആയിരിക്കും. അപ്പം പാസ്വേഡൊക്കെ അടിച്ച് നമുക്ക് എടുക്കാനായിട്ട് ഇച്ചിരി ഏജ് ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ഈ ഒരു സ്കൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി അവരൊരു ഫിസിക്കൽ കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഒരു സ്കൂട്ടർ കൊണ്ട് നടക്കുന്ന പോലെ ഇത് കീ ഇട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൂട്ട് സ്പേസ് സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും ഈ കീയിൽ തന്നെ സാധ്യമാവും. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കീ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് നേരം വണ്ടി ഓടിച്ച് ടയർഡായി. അപ്പോൾ ആക്സിലറേറ്റർ എപ്പോഴും കൊടുത്ത് കൈ കുറച്ച് വേദന എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്തൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് ഓപ്ഷൻ ഉണ്ട്, ക്രൂസ് കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ
വണ്ടി നമുക്കൊരു നിശ്ചിത സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ വണ്ടി തന്നെ മൂവ് ആയിക്കോളും. അതായത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു 40 തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദൂരം പോകണം. അപ്പോൾ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 40 തന്നെ നമുക്ക് പോകാൻ പറ്റും. സിമ്പിളല്ലേ? അപ്പോൾ അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓല ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് എങ്ങനെ ഒരു മാർക്കറ്റ് ലീഡറായി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറക്കുക, കൂടുതൽ റേഞ്ച്, അപ്പം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഓല ഇലക്ട്രിക് എന്ന് പറയുന്ന ബ്രാൻഡ് കൂടുതൽ പോപ്പുലർ ആയതും അവർ കൂടുതലായിട്ട് ലീഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓല ഇലക്ട്രിക്കിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും അടങ്ങിയ വണ്ടിയാണ് ഓല S1 Pro. അതായത് മാക്സിമം റേഞ്ച് കിട്ടുന്ന ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ S1 Pro ആണ്. പക്ഷേ അതിന് ഇത്തിരി പ്രൈസ് കൂടുതലാണ് കമ്പയർ ടു S1 X 4 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു സ്കൂട്ടറിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ആ ഒരു വണ്ടിയുടെ പെർഫോമൻസും അല്ലെങ്കിൽ ഒരു ബാറ്ററി റേഞ്ച് നല്ല രീതിക്ക് വേണം, പക്ഷേ പ്രൈസ് ഇത്രയും ആകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്നത് 4 kWh ബാറ്ററി പാക്കാണ്. അതായത് IDC റേഞ്ച് 193 കിലോമീറ്ററാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല S1 Proയ്ക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള റേഞ്ചാണ് ബാറ്ററി റേഞ്ച് IDC ക്ലെയിം ചെയ്യുന്നത്, അതായത് സർട്ടിഫൈഡ് റേഞ്ച്. അപ്പം കുറഞ്ഞ പ്രൈസിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 99,999 ആണ്. മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 4 kWh ബാറ്ററി പാക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് S1 X. ഈ ഓല S1 Xൻ്റെ 4 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു സ്കൂട്ടറിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 1,50,000 അല്ലെ അതിന് മുകളിലാണ്. അപ്പം അണ്ടർ 1 lakhൽ ഈ ഒരു സ്കൂട്ടർ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതായത് കൂടുതൽ റേഞ്ചോട് കൂടിയിട്ട് 193 കിലോമീറ്റർ IDC റേഞ്ച്. പിന്നെ നമുക്ക് ഇപ്പം വീക്കെൻഡിൽ ഒരു ഔട്ടിങ്ങിന് പോകണം, ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഡെയിലി ലൈഫിലുള്ള കമ്മ്യൂട്ട് നടത്താനും ഒക്കെ യൂസ്ഫുള്ളാണ്. ബാറ്ററി റേഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനേ വരുന്നില്ല. ഇതിന് 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്: ഈക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പം ഇതിൻ്റെ ഒരു ട്രൂ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്കോ മോഡൽ നമുക്ക് 167 കിലോമീറ്റർ അടുത്ത് ഓടിക്കാൻ പറ്റുമെന്നാണ് ഓല ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ നോർമൽ മോഡൽ 134 കിലോമീറ്ററാണ്. അപ്പം അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററി റേഞ്ച് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹോം ചാർജർ അത് 750 വാട്ട് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 6.5 hours ഇത് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും, 0 to 100%. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നൈറ്റിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ ഇടുക, രാവിലെ ആകുമ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. ക്രൂസ് കൺട്രോൾ, അതുപോലെ ലാർജർ ആയിട്ടുള്ള 34 ലിറ്റർ ബൂട്ട് സ്പേസ്, ഫിസിക്കലായിട്ടുള്ളൊരു കീ, റിവേഴ്സ് മോഡ്, അങ്ങനെ ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്ന ഈ ഒരു സ്കൂട്ടറിൻ്റെ ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇത്രയും വാറണ്ടി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് 8 വർഷം വാറണ്ടി കിട്ടുക എന്നുള്ളത്. പിന്നെ ഇതിൽ സ്മാർട്ട് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് ഇതൊരു 4.3 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ്. വളരെ മിനിമലായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ബാറ്ററി റേഞ്ച്. പിന്നെ നമുക്ക് ഓരോ മോഡ്, ഇതിനകത്ത് 3 മോഡുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പോൾ നോർമൽ മോഡിലാണ് കിടക്കുന്നത്. ഈക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ബട്ടണിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. OTA അപ്ഡേറ്റ്സിനകത്ത് വരുന്നുണ്ട്. അതായത് ഓവർ ദി എയർ അപ്ഡേറ്റ്സ്. ഓല ഇലക്ട്രിക്കിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ OS അപ്ഡേഷൻ, അതുപോലെ തന്നെ ബഗ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓല ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീജൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം ആക്സിലറേറ്റർ ഫുള്ളായിട്ട് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരല്പം ചാർജ് ബാറ്ററിയിലേക്ക് റിവേഴ്സായിട്ട് കയറുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫൈൻഡ് മൈ സ്കൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. ഓല ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കൂട്ടർ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതായത് നമുക്കിപ്പം കുറച്ച് ദിവസം വണ്ടി ഓടിക്കുന്നില്ല, കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിക്കാതെ വണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ബാറ്ററി ഡ്രെയിനായി പോകാതിരിക്കാനായിട്ട് നമുക്ക് ആ ഒരു മോഡ് ഓൺ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വെക്കേഷൻ മോഡ് ഓൺ ആക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ചാർജ് അധികം പോകാതെ അതിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓല ഇലക്ട്രിക്കിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഒരു റൈഡിങ് സ്റ്റൈൽ എങ്ങനെയാണ്, നമ്മൾ എത്ര കിലോമീറ്റർ ഓടി, ബാറ്ററി എത്രത്തോളം ഡ്രെയിൻ ആകുന്നുണ്ട്, അങ്ങനെ ഓരോ ഡെയിലി ആയിട്ടുള്ള നമുക്ക് അപ്ഡേറ്റ്സുകൾ അതിനകത്ത് നോക്കാൻ പറ്റും. നമ്മുടെ റൈഡിങ് സ്റ്റൈലിൻ്റെ ഓരോ രീതികളും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്.
പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടറുകളുമായിട്ടും മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ടും ഓല S1X ഇലക്ട്രിക് സ്കൂട്ടർ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണ് ഓല S1X. അതേസമയം ആക്ടിവ 125-ൽ 85 km/h ആണ്, ജൂപ്പിറ്ററിൽ 95 km/h ആണ്, ഹീറോ സ്പ്ലെൻഡറിൽ 90 km/h ആണ്, iQube 75 km-ഉം റിസ്ത S-ൽ 80 km/h ആണ്. ആക്സലറേഷൻ നോക്കുകയാണെങ്കിൽ 0 to 60 എന്ന് പറയുന്നത് S1X-ൽ 5.5 സെക്കൻഡ്സിൽ റീച്ച് ചെയ്യും, ആക്ടിവ 125-ൽ 10 സെക്കൻഡ്സിലാണ്, ജൂപ്പിറ്ററിൽ അത് 7.2 സെക്കൻഡ്സ് ആണ്, ഹീറോ സ്പ്ലെൻഡറിൽ 9 സെക്കൻഡ്സിലാണ്. ആക്സലറേഷൻ 0 to 40 വരുന്നത് 3.3 സെക്കൻഡ്സിൽ റീച്ച് ചെയ്യും. വളരെ ക്വിക്കാണ് S1X-ൽ. TVS iQube 4.2 സെക്കൻഡ്സും റിസ്ത S-ൽ 4.7 സെക്കൻഡ്സിലാണ് റീച്ച് ചെയ്യുന്നത്. IDC റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 193 km ഡിസ്റ്റൻസ് ആണ് S1X-ൽ. TVS iQube 75 km-ഉം റിസ്ത S-ൽ 123 km-ഉമാണ്. ക്രൂസ് കൺട്രോൾ, റിവേഴ്സ് മോഡ്, റൈഡിംഗ് മോഡ്സ്, 4.3 LCD ഡിസ്പ്ലേ, കൂടാതെ ബാറ്ററി വാറണ്ടി നോക്കുമ്പോൾ S1X-ൽ 8 years ആണ്, TVS iQube-ലും റിസ്ത S-ലും 3 years ആണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34 ലിറ്ററാണ് S1X-ൽ വരുന്നത്, ആക്ടിവ 125-ൽ 18 ലിറ്ററും, ജൂപ്പിറ്ററിൽ 33 ലിറ്ററും, TVS iQube 30 ലിറ്ററും, റിസ്ത S-ൽ 34 ലിറ്ററുമാണ്. പിന്നെ കൂടാതെ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് ചിലവാകുന്നത് ഏകദേശം 203 രൂപയാണ് S1X-ൽ ചിലവാകുന്നത്. അതേസമയം പെട്രോൾ എഞ്ചിനുള്ള സ്കൂട്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയോളം അടുത്ത് വരുന്നുണ്ട്. അതായത് S1X-ൽ മന്ത്ലി സേവിങ്സ് എന്ന് പറയുന്നത് 2200 രൂപയോളമാണ്. ഇലക്ട്രിക് സ്കൂട്ടർ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റാണ് ഓല ഇലക്ട്രിക് ഇത്രയും ഒരു ബാറ്ററി പാക്കിന് 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടി കൊടുക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടും മികച്ച ഒരു ബാറ്ററി വാറണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ബാറ്ററിയുടെ ഒരു വാറണ്ടിയുടെ കാര്യത്തിൽ പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും അത് വളരെ യൂസ്ഫുള്ളാണ്. ഈ ഒരു ഓല S1X 4 kWh ബാറ്ററി പാക്കുള്ള ഈ ഒരു സ്കൂട്ടറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ബാംഗ്ലൂരിൽ വരുന്നത് 1.11 lakhs ആണ്. കേരളത്തിൽ ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നതെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും, മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഒട്ടിരിക്കാറുണ്ട്. അത് നിങ്ങളുടെ വിഹിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.